ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ 3 ചെറിയ കാർഡ്ബോർഡ് പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉൾവശം സിൽവർ കളറുള്ള ഒരു വേസ്റ്റ് കവറാണ്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ കവർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 ചെറിയ കാർഡ്ബോർഡ് പീസുകളും നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മളത് 3 ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമുക്കത് ഓരോന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ വേസ്റ്റ് കവറിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന 3 കാർഡ്ബോർഡ് പീസുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ചാർട്ട് പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. 3 ചാർട്ട് പേപ്പറുകളിൽ നിന്നും ചെറിയ പീസുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്കിതിലേക്ക് വെച്ചൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ചാർട്ട് പേപ്പറിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള 3 ചാർട്ട് പേപ്പറിൻ്റെ പീസിലും നമുക്കിതുപോലെ വെച്ച് വരച്ചെടുക്കണം. നമ്മളിപ്പോൾ ചാർട്ട് പേപ്പറിൽ വരച്ചെടുക്കുന്നത് 3 നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മളതിൽ 3ലും ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ വരച്ചെടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വരച്ചെടുത്തതിലൂടെയല്ല നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ഭാഗം അവിടെ നിർത്തി നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളതിൽ പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ വരച്ചെടുക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമ്മളതിൽ വരച്ചു കൊടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമ്മളതിൽ പേന വെച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ 2 പീസും ഒന്ന് മടക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് വരച്ചു കൊടുക്കാം. ഇതും നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം അതിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളത് 3 ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതിന് ചുറ്റുമായിട്ട് മാർക്കർ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറിൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് കളർ പേപ്പറുകളും എടുക്കാം. ചാർട്ട് പേപ്പറുകളാകുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. നമുക്കത് മടക്കിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കളർ പേപ്പറുകളാണെങ്കിൽ നമുക്ക് മടക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ മാർക്കർ വെച്ച് ഇതുപോലെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 2 എണ്ണത്തിലും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് 3 ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമ്മൾ ഒരെണ്ണത്തിൽ ഒട്ടിച്ചെടുത്തു. അടുത്തത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മളത് മൂന്നും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ നൂലാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു നൂലിൽ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്നും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൂല് ഇതുപോലെയാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നൂല് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് പീസിന്റെ രണ്ട് ഭാഗത്തും നമ്മൾ നൂല് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു പേപ്പറിന്റെ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം ഒട്ടിച്ചെടുക്കണം. ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതെല്ലാം ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ അതിൽ മൂന്നും ഒട്ടിച്ചെടുത്തു. കൂടുതലായി നിൽക്കുന്ന ഈ നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ അതിന്റെ താഴെയായിട്ട് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ കാർഡ്ബോർഡ് പീസിലും ചെയ്തെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.